വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് ആക്ട് ഭേദഗതി പിൻവലിക്കൽ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. ഇതോടെ ഭേദഗതി അസാധുവായി. പോലീസ് ആക്ട് ഭേദഗതി വിവാദമായതിനെ തുടർന്നാണ് സർക്കാർ പിൻവലിച്ചത്. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും അതോടുകൂടി ഓർഡിനൻസ് അസാധുവായിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. അപർണ, സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമാവുകയാണ് ഗവർണർ നടപടി. റിപ്പീൽ ഓർഡിനൻസ് എത്തി മണിക്കൂറുകൾക്കകം ഗവർണർ ഒപ്പിട്ടു. ഇതോടുകൂടി 118A പോലീസ് ആക്ട് കൂട്ടിച്ചേർത്ത ഓർഡിനൻസ് സംസ്ഥാനത്ത് റദ്ദായി. ഗവർണർ തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ വിസ്തീർണം നേടുകയോ ചെയ്തെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറിയേനെ. ആ നിയമം നിലനിൽക്കുകയും ചെയ്തേനെ അതുവരെയെങ്കിലും. പക്ഷേ സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചതുപോലെ ഗവർണർ റിപ്പീൽ ഓർഡിനൻസ് ഒപ്പിട്ടിരിക്കുന്നു. അതോടുകൂടി സംസ്ഥാന സർക്കാരിന് ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ ഏറ്റവും അധികം വിമർശനങ്ങൾ നൽകിയ നിയമം സംസ്ഥാനത്ത് റദ്ദായിരിക്കുന്നു. ഇനി നിയമസഭയിൽ ചർച്ച ചെയ്ത് മാത്രമേ വിഷയത്തിൽ പുതിയ നിയമം വരൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. ഏതായാലും രാഷ്ട്രീയമായി വലിയ ആശ്വാസമാണ് പിണറായി സർക്കാരിന് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഭേദഗതി പിൻവലിച്ചത്. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടതോടുകൂടി പോലീസ് നിയമ ഭേദഗതി അസാധുവായിരിക്കുന്നു. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. ചില സാങ്കേതിക തടസ്സങ്ങൾ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡാനന്തര പ്രശ്നങ്ങളാണെന്നാണ് വിശദീകരണം. സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രവീന്ദ്രന് ED വീണ്ടും നോട്ടീസ് അയച്ചിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, മറ്റന്നാൾ ഹാജരാകാൻ EDയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നുള്ള നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ആരോഗ്യനില ഏത് രീതിയിലാണെന്നാണ് വിവരം? അപർണ, ഇന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ന് ഈ കോവിഡ് രോഗത്തിന് ശേഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഇന്ന് അതിന്റെ തുടർ ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അത്തരം ഡോക്ടർമാർ അനുസരണമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അദ്ദേഹത്തെ വീണ്ടും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ എത്ര ദിവസത്തേക്ക് അദ്ദേഹം അവിടെ ചികിത്സയിൽ തുടരേണ്ടി വരും, നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇക്കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരാനുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റന്നാളാണ് അദ്ദേഹത്തിന് EDക്ക് മുന്നിൽ ഹാജരാവേണ്ടിയിരുന്നത്. അത് സംബന്ധിച്ച നോട്ടീസും ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യ പ്രകാരം ഈ ചോദ്യം ചെയ്യലിനെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. TG സജിത്ത് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കേന്ദ്ര ഏജൻസികളുടെ കർസേവയാണ് നടക്കുന്നതെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. EDയും CBIയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നരേന്ദ്രമോദിയുടെ കർസേവകരാണ്. ഇത്രനാൾ അന്വേഷിച്ചിട്ട് എന്തായി എന്നും പിണറായി വിജയന്റെ പേര് പറയും വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി LDF നടത്തുന്ന പ്രക്ഷോഭത്തിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തിലെ മികവാർന്ന ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ നമ്മുടെ കോൺഗ്രസും UDFും BJPയും ഒക്കെ ഇവിടെ നടത്തിയ സമരം പരാജയപ്പെട്ടപ്പോൾ പുതിയ കർസേവകരെ കൊണ്ടുവന്നിരിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ കർസേവകർ ഇവിടെ എത്തി. ED, CBI, NIA, പല പല പേരുകൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ പല പല പേരുകളുമായി പെട്ടികളുമായി വന്നിറങ്ങുന്ന കേന്ദ്ര ഏജൻസി ഈ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കേന്ദ്രത്തിന് സഹായകരമായ നിലപാടെടുക്കുന്ന മോദിയുടെ കർസേവകരായി ഈ ഏജൻസികൾ ചുരുങ്ങിപ്പോയി. അതിനല്ലേ ഇപ്പൊ കേരളം സാക്ഷികളാവുന്നത്? ED മേധാവിയുടെ വിരമിക്കൽ കാലാവധി നീട്ടിക്കൊടുത്തതിന്റെ ഉപകാരസ്മരണയാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അന്വേഷണങ്ങളെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MPയും ആരോപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് വി അരുൺ, കണ്ണൂരിൽ നിന്ന് മനു ഭരതും ചേരുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്ന് സിജോ വി ജോണും ചേരുന്നു. സിജോ, പ്രക്ഷോഭത്തിൽ ഏത് രീതിയിലുള്ള ആരോപണങ്ങളാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്നത്? വിശദാംശങ്ങൾ എങ്ങനെ? കൊച്ചിയിൽ നിന്ന് ചില സാങ്കേതിക വിഷയങ്ങൾ. സിജോയിലേക്ക് പോകാം. മനു ഭരത് കണ്ണൂരിൽ നിന്ന്. മനു, കണ്ണൂരിൽ നടന്ന LDF പ്രക്ഷോഭത്തിൽ പങ്കുകൊണ്ട പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഏതെല്ലാം രീതിയിലുള്ള ആരോപണങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരെ ഉയർന്നത്? അപർണ, കണ്ണൂരിൽ ഇപ്പോഴും യോഗങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ MB ജയരാജൻ സംസാരിക്കുന്നതാണ്. കൂത്തുപറമ്പിൽ P ജയരാജനും അതുപോലെ ചാലയിൽ KK രാഗേഷ് MPയും ഇരിട്ടിയിൽ വത്സൻ പാനോളിയും ഉദയഗിരിയിൽ DK ഗോവിന്ദൻ മാസ്റ്ററും
ഈ യോഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അതുകൂടാതെ പയ്യന്നൂർ ടൗണിൽ TA മധുസൂദൻ, അങ്ങനെ വിവിധ മേഖലകളിൽ ഈ നാടിന്റെ വികസന മുന്നേറ്റം സംരക്ഷിക്കാനുള്ള ജനകീയ പ്രതിരോധം എന്ന് LDF വ്യക്തമാക്കുന്ന ബഹുജന കൂട്ടായ്മകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ണൂർ ടൗണിൽ പ്രധാനമായും വലിയ വിമർശനമാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ MP ജയരാജൻ ഉന്നയിക്കുന്നത്. കിഫ്ബിയെ കുറിച്ച് അന്വേഷിക്കുന്നു എന്ന വിവരം ED മാധ്യമപ്രവർത്തനങ്ങൾക്ക് വാട്സപ്പ് സന്ദേശമായി അയച്ചു കൊടുക്കുന്നു. ഇത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. EDയുടെ അടുത്തിടെ കേരളത്തിലെത്തിയ ഒരു മേധാവി BJP നേതാവിന്റെ മകനാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ ഈ K-ഫോൺ ഫയലുകൾ വിളിച്ചു വരുത്താൻ EDക്ക് എന്ത് അധികാരമാണ് എന്ന് MP ജയരാജൻ ചോദിച്ചു. നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പല കേസുകളും എടുക്കുന്നത് ലൈഫ് മിഷനെതിരെ. അത് നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ജയരാജൻ പറഞ്ഞു. EDക്ക് കൊമ്പുണ്ടോ എന്നായിരുന്നു ഈ യോഗത്തിൽ ജയരാജന്റെ ചോദ്യം. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. വികസന പ്രവർത്തനം നടക്കുന്ന കേന്ദ്രങ്ങളിൽ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് പ്രക്ഷോഭം എന്നാണ് CPM വ്യക്തമാക്കുന്നത്. കേരളത്തെ രക്ഷിക്കുക, വികസനം സംരക്ഷിക്കുക എന്നതാണ് മുദ്രാവാക്യം. റൈറ്റ്. മനു ഭരത് കണ്ണൂരിൽ നിന്ന്, സിജോ വിജോൺ തൃപ്പൂണിത്തുറയിൽ നിന്നും ചേർന്നു. സിജോ, തൃപ്പൂണിത്തുറയിൽ നിന്ന് വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട LDF നേതാക്കൾ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾക്കെതിരെ? അല്പസമയത്ത് തന്നെ ഈ പ്രോഗ്രാം ആരംഭിക്കും. CPMന്റെ ജില്ലാ സെക്രട്ടറി CN മോഹനാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. വികസനത്തെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ കേരളത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ അത് കിഫ്ബിയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിലാണ് വലിയൊരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബഹുജന കൂട്ടായ്മ LDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ LDF ഇപ്പോഴത്തെ തൃപ്പൂണിത്തുറയിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അല്പസമയം തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി എത്തിച്ചേരുകയും ചെയ്യും. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ അതോടൊപ്പം തന്നെ നഗരസഭാ കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. രാവിലെ തന്നെ വൈറ്റിലയിലും അതോടൊപ്പം തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് രാവിലെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തിരുന്നത്. രാജീവ് വൈറ്റിലയിലെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തിരുന്നത്. എന്തായാലും CPMനെ LDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുപ്പിക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രതിരോധ നിലയിൽ കൂടി തന്നെയാണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ നൽകിയത് തൃപ്പൂണിത്തുറയിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ 5 ദിവസത്തെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. ഔദ്യോഗിക പദവികളെക്കുറിച്ച് കസ്റ്റഡി അപേക്ഷയിൽ പറയാത്തത് ശിവശങ്കറിനെ പേടിയുള്ളതിനാലാണോ എന്ന് കോടതി കസ്റ്റംസിനോട് ചോദിച്ചു. 4 മാസം ചോദ്യം ചെയ്തിട്ടും ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? 11ാം മണിക്കൂറിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെളിവാണ് ലഭിച്ചതെന്നും കോടതി ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് കസ്റ്റംസ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനെ ശിവശങ്കറിന്റെ അഭിഭാഷകൻ എതിർത്തു. സർക്കാരിന്റെ ഉന്നത പദവിയിലിരുന്ന ആളായതുകൊണ്ട് ഗൂഢ ഉദ്ദേശത്തോടെയാണ് ശിവശങ്കറിനെ പ്രതി ചേർത്തതെന്നും അഭിഭാഷകൻ ആരോപിച്ചു. ഈ ഘട്ടത്തിലാണ് കോടതി കസ്റ്റംസിനെ രൂക്ഷമായി വിമർശിച്ചത്. കസ്റ്റംസ് സമർപ്പിച്ച ഒരു രേഖയിലും ശിവശങ്കറിന്റെ ഔദ്യോഗിക പദവികളെക്കുറിച്ച് പറയുന്നില്ല. ശിവശങ്കറിനെ കസ്റ്റംസിന് പേടിയുള്ളതുകൊണ്ടാണോ ഇത്? 11ാം മണിക്കൂറിൽ എന്തടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്നും കോടതി ചോദിച്ചു. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് 5 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നും മുൻ IT സെക്രട്ടറി എന്നും വിധിയിൽ രേഖപ്പെടുത്തി. ഉന്നത പദവി വഹിക്കുന്നവർ നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയെന്നത് അതീവ ഗൗരവമുള്ളതാണെന്നും കേട്ടുകേൾവിയില്ലാത്തതാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കള്ളക്കടത്തിനായി അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്നും തെളിയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് കസ്റ്റഡി അനുവദിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സ്പ്രിംഗ്ലറിൽ വീണ്ടും സമിതി. വിരമിച്ച ജില്ലാ ജഡ്ജി ശശിധരൻ നായർ അധ്യക്ഷനായ 3-അംഗ സമിതിയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. ആദ്യ സമിതിയുടെ കണ്ടെത്തലുകൾ പരിശോധിക്കാനാണ് പുതിയ സമിതി. കരാറിൽ വീഴ്ച പറ്റിയെന്നായിരുന്നു ആദ്യ സമിതിയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ആരെല്ലാമാണ് സമിതി അംഗങ്ങൾ? അന്വേഷണം തുടങ്ങുന്നത് ഏത് രീതിയിൽ? സ്പ്രിംഗ്ലറിൽ അന്വേഷിക്കാൻ വീണ്ടും സമിതി. ജില്ലാ ജഡ്ജി ശശിധരൻ നായരായിരിക്കും സമിതിയുടെ അധ്യക്ഷൻ.
മറ്റു വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമായി തുടരണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ചില സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതലുള്ള നഗരങ്ങളിൽ സാമൂഹിക അകലം ഉറപ്പാക്കുന്നതിന് ഓഫീസ് സമയം ക്രമീകരിക്കണം. പൊതുയിടങ്ങളിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് കർശനമായി തുടരണം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നതും വരുന്നതും കർശനമായി വിലക്കണം. മാർഗനിർദ്ദേശങ്ങൾ ഡിസംബർ 31 വരെ ബാധകമാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് 6491 പേർക്ക് കോവിഡ്, 5669 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 663 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 64 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 26 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 2121 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,042 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.83%. 5770 പേർ രോഗമുക്തി നേടിയപ്പോൾ ഇനി ചികിത്സയിൽ തുടരുന്നത് 65,106 ആണ്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ കടുത്ത ആശങ്ക വിതച്ച് നിവാർ ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുന്നു. ചെന്നൈ അടക്കം തമിഴ്നാട്ടിൽ നിരവധിയിടങ്ങളിൽ അതിതീവ്ര മഴ തുടങ്ങി. ചെന്നൈയിൽ റോഡ്, റെയിൽ, വ്യോമഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചെമ്പരാമ്പാക്കം റിസർവോയർ തടാകം തുറന്നു. 100 കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാത്രി 8 മണിയോടെ നിവാർ ചുഴലിക്കാറ്റ് തീരം തൊടും. ചെന്നൈയിൽ നിന്നും ആഷ്ലി പിജോയുടെ റിപ്പോർട്ടിലേക്ക്. നിവർ സൈക്ലോൺ വലിയൊരു ചാലഞ്ചായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റൻസീവായ റെയിൻഫോൾ ഉണ്ട്. ഈ ഇന്റൻസീവ് റെയിൻഫോളിന്റെ ഇടയ്ക്കിടയ്ക്കിലാണ് ഈ കാറ്റ് വീശുന്നത്. എന്നാലും തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിഷ്വൽസ് കൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു വലിയ മഴയ്ക്കായിട്ടുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ ഇന്റൻസീവ് ആയിട്ടുള്ള ക്ലൗഡ്സ് നമുക്ക് കാണിക്കുന്നത്. വലിയ വലിയ കെട്ടിടങ്ങൾ നിറഞ്ഞ ഈ ചെന്നൈ മഹാനഗരത്തിലെ ബിൽഡിംഗ്സ് ഇപ്പോൾ ഈ ബ്ലാക്കി ആയിട്ടുള്ള ഈ ക്ലൗഡ്സ്, ഈ ഗ്ലൂമി ക്ലൗഡ്സ് വന്നിട്ട് ഫുൾ സറൗണ്ടഡ് ആണ്. അതുകൊണ്ട് ഒരു ഇന്റൻസീവ് റെയിൻഫോൾ നെക്സ്റ്റ് 48 hours ഉണ്ടാവും. ഈ ചെന്നൈ സിറ്റിയിലെ ഏറ്റവും മഴ അധികമായിട്ടുള്ള ഒരു സ്ഥലമാണ് നുങ്കമ്പാക്കം. ഇന്നലെയും ശരി ഇന്നും ശരി ചെന്നൈയുടെ ഏറ്റവും കൂടുതൽ സെന്റിമീറ്റർ മഴ പെയ്തത് ഇവിടെയാണ്. 21 സെന്റിമീറ്റർ മഴ ഇവിടെ മാത്രം പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 48 hours ഇതുപോലെ ഇന്റൻസീവായ റെയിൻഫോൾ ഉണ്ടായിരിക്കുമെന്ന് ഓൾറെഡി നമുക്ക് പ്രഡിക്ഷൻസ് ഉണ്ട്. എന്നാലും തന്നെ ഈ മുഖ്യ കണക്റ്റഡ് റോഡുകൾ ഉള്ളടക്കിയ ഈ നുങ്കമ്പാക്കം സെൻട്രൽ പാർട്ടിൽ ഇതുവരെ വെള്ളം തോർന്നിട്ടില്ല. വെള്ളം തുടർന്ന് ഈ റെയിൻഫോൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ റെയിൻഫോൾ ആണ്. തീർച്ചയായിട്ടും അത് ഇതുവരെ നിന്നിട്ടില്ല. ഇനി അടുത്ത നെക്സ്റ്റ് 48 hours ആ വെള്ളം നിൽക്കാൻ പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രിക്കോഷൻ. ചെന്നൈയിൽ നിന്ന് ആഷ്ലി പിജോയുടെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി പുതുച്ചേരിയിൽ നിന്ന് രേവതി രാജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരയ്ക്കൽ മാമല്ലപുരം കോസ്റ്റ് ലൈനിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ സൈക്ലോൺ നിവാർ ലാൻഡ് ലൈൻ ഉണ്ടാകാം എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ ശക്തമായ കാറ്റും മഴയും പെയ്തൊഴുകുകയാണ്. ഇവിടെ പുതുച്ചേരിയിലെ കാലാപേട്ട് എന്ന ബീച്ച് സൈഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ കാറ്റിന്റെ വേഗത ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 120 km/h സ്പീഡിലേക്ക് മാറുന്നതായിരിക്കും സൈക്ലോൺ ലാൻഡ്ഫോൾ വന്നതിന് ശേഷം. ഇതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ മുൻകണ്ടുകൊണ്ട് സർക്കാർ പല തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ പുതുച്ചേരിയിൽ 80 റിലീഫ് സെന്ററുകളിലായി 1000കണക്കിനോളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഭക്ഷണം, മരുന്നുകൾ എന്നിവ നൽകുന്നുണ്ട്. പാൻഡമിക് ഒരു കോവിഡ് സമയമായതിനാൽ കോവിഡ് ടെസ്റ്റിംഗ് കൂടി ഇവിടെ നടത്തുന്നുണ്ട്. NDRF, SDRF, ആർമി കോളംസ് ഇങ്ങനെ റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻസിന് വേണ്ടി ഇവരും പല സ്ഥലത്തായി സ്റ്റേഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ഇവർ കഴിഞ്ഞ 4 ദിവസമായി ഫിഷിങ്ങിനായി കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. സർക്കാരിൻ്റെ അഡ്വൈസറി പ്രകാരം പുറത്തിറങ്ങാതിരിക്കാനുള്ള സ്ട്രിക്റ്റ് അഡ്വൈസറി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവരും അകത്തേക്ക് ചെല്ലേണ്ടതാണ് എന്നുള്ളത് സർക്കാരിൻ്റെ നിർദ്ദേശം. പല സമയങ്ങളിൽ 8 മണിയോടുകൂടി നിവാർ ചുഴലിക്കാറ്റ് തിരഞ്ഞെടുപ്പ്. പുതുച്ചേരിയിൽ നിന്ന് രേവതി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിയാണ് കണ്ടത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക malayalam.news18.com. This program powered by SMC. SMC Money Wise, Be Wise. In association with Punkadir Puttu Soft Agan, 26 states.
1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ടിന് ഓസ്കർ എൻട്രി. ജല്ലിക്കെട്ടിന് ഔദ്യോഗിക എൻട്രി ലഭിച്ചതായി ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് അറിയിച്ചത്. ഓസ്കർ എൻട്രി കിട്ടുന്ന മൂന്നാമത്തെ മലയാള ചിത്രമാണ്. 1997 ഗുരു, 2011 ആദാമിന്റെ മകൻ അബു എന്നിവയാണ് നേരത്തെ ഓസ്കാർ എൻട്രി ലഭിച്ച മലയാള ചിത്രങ്ങൾ. അടുത്ത ഏപ്രിൽ 25 ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പണിക്കിടെ പാട്ടുപാടി വൈറലായ ഈ ഗായകൻ ആരാണ്? PPE കിട്ടണിഞ്ഞ് വോട്ടർമാരെ സമീപിക്കുന്ന സ്ഥാനാർത്ഥി. നമുക്ക് ആ ജാഗ്രതയ്ക്ക് പോലും അയം ഉണ്ടാകാതിരുന്നാൽ മതി. കാണുക ന്യൂസ് 18 ഗുഡ് മോർണിംഗ്, നാളെ രാവിലെ 7 മണിക്ക്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി VK ഇബ്രാഹിംകുഞ്ഞിന്റെ കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നാളെ വിധി പറയും. ഇബ്രാഹിംകുഞ്ഞിനെ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ പിൻവലിച്ചു. ആശുപത്രിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് അന്വേഷണ സംഘം കോടതി ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രദീപ് കുമാർ കോട്ടാത്തലയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്ദുർഗ് കോടതിയാണ് 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. ഇതിനായി കൊട്ടാരക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തുമെന്നും കോടതി അറിയിച്ചു. KB ഗണേഷ് കുമാർ MLA യുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്നു പ്രദീപ് കുമാർ. നാട്ടിലെങ്ങും വോട്ടംഗം. വടകരയിൽ UDF RMP ധാരണയ്ക്ക് വിരുദ്ധമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് ചിഹ്നം അനുവദിച്ചതിൽ KPCC അധ്യക്ഷനെതിരെ തുറന്നടിച്ച K മുരളീധരൻ MP. മുല്ലപ്പള്ളിക്ക് വോട്ടുള്ള വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെങ്കിൽ അത് സീറ്റ് വിഭജന സമയത്ത് തീരുമാനിക്കണമായിരുന്നു. 2 തവണ മുല്ലപ്പള്ളി വടകരയിൽ ജയിച്ചത് RMPയുടെ പിന്തുണയുണ്ടായിരുന്നതുകൊണ്ടുകൂടിയാണെന്നും K മുരളീധരൻ പറഞ്ഞു. വടകര ബ്ലോക്ക് കല്ലാമല ഡിവിഷനിൽ മുന്നണി ധാരണ ലംഘിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിച്ചതോടെയാണ് ഭിന്നത മറനീക്കിയത്. RMPക്ക് നൽകിയ സീറ്റിൽ ധാരണ ലംഘിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അനുവദിച്ചത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് K മുരളീധരൻ തുറന്നടിച്ചു. RMPയുടെ 2 സിറ്റിംഗ് സീറ്റുകൾ വാങ്ങിയാണ് പകരം കല്ലാമല നൽകിയത്. മുല്ലപ്പള്ളിക്ക് വോട്ടുള്ള വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെങ്കിൽ അത് സീറ്റ് വിഭജന സമയത്ത് പറയണമായിരുന്നു.
അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, KPCC പ്രസിഡൻ്റാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ കല്ലാമല സീറ്റ് വിട്ടുകൊടുത്തത്? എന്തിനാണ് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ മാന്യത കാണിക്കണ്ടേ? അവിടെ ഒരാൾ റിവലായിട്ട് കൊടുത്തു, ആരും അറിയുന്നില്ല. CPM-ന്റെ കോട്ടയായിരുന്ന വടകരയിൽ 2 തവണ മുല്ലപ്പള്ളിയും പിന്നീട് താനും ജയിച്ചത് RMPയുടെ സഹായം കൊണ്ടാണെന്ന് മുരളീധരൻ മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു. വടകരയിൽ RMP ഉദയം കൊണ്ടതിന് ശേഷമാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ പാർലമെന്റിൽ വിജയിക്കാൻ തുടങ്ങിയത്. എന്നാൽ K. മുരളീധരന്റെ വിയോജിപ്പുകളോട് പ്രതികരിക്കാൻ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല. ഈ മുരളിയുടെ ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് വ്യാഖ്യാനിച്ചൂടെ? മുരളിക്ക് മറുപടി ഇല്ലെന്ന് വ്യാഖ്യാനിച്ചൂടെ? മുല്ലപ്പള്ളിയുടെ പിന്തുണയോടെയാണ് കല്ലാമലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായി മത്സരിക്കുന്നതെന്ന പരാതി RMPക്കും ലീഗിനുമുണ്ട്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നുണ്ടായിരുന്നെങ്കിലും സംസ്ഥാന നേതാക്കൾ ആരും ഇക്കാര്യം പരസ്യമാക്കിയിരുന്നില്ല. കേവലം ഒരു ബ്ലോക്ക് ഡിവിഷനിലെ പ്രശ്നം മാത്രമായി തന്റെ വാക്കുകളെ ചുരുക്കിക്കാണേണ്ടെന്ന് K. മുരളീധരൻ തന്നെ പറയുമ്പോൾ പുറത്തുവരുന്നത് സംസ്ഥാന കോൺഗ്രസിലെ ഭിന്നതകൾ തന്നെയാണ്. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ഇന്ത്യയിലെ നൂറുകണക്കിന് നഗരങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് കക്കൂസ് മാലിന്യ സംസ്കരണം. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മുതൽ ശാസ്ത്രീയ സംസ്കരണ സംവിധാനത്തിന്റെ അപര്യാപ്തത വരെ പ്രശ്നങ്ങൾ പലതാണ്. ഇവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ മാതൃകയാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com കാണുക. ഈ വാർത്തയോടുകൂടി പൂർണ്ണമാകുന്നു. വാർത്തയിൽ നമസ്കാരം. In olden days, there were no bathrooms here. This is how we came up with a city sanitation model, a model that cuts across every aspect of sanitation value chain. The next step that Warangal did, and this is applicable for any city for that matter, is to identify locations where these facilities are needed, and that's where we need certain amount of research. We need to understand the footfall data, and that's what we did. We went through a completely different model vis-a-vis many other cities. We used to go for public-private partnership format. अपाहिज लोग रहते हैं, उनके लिए रैंप डाला है और सेपरेट लेडीज़ के लिए एंट्रेंस है. सोप और हैंड वॉश, डस्टबिन और नैपकिन्स, ऐसा बहुत कुछ अच्छा सुविधा किया है. Now, anywhere we can go, there are bathrooms there. Having made available public toilets, the big challenge was to make individual household toilets available in a seamless way. Number that was initiated by the municipality earlier, but people are not aware of it. So what ASCII with the support of municipality has done is we have carried out a campaign on the number, so the any citizen doesn't have a toilet can make a call. Citizens have to build either septic tanks or leach pits. These containments have to be well designed in order to ensure that the containment do not cause pollution in the neighborhood. In one zone, a fecal sludge treatment plant is conceptualized, which is based on the biological treatment and leading to clean water as well as fertilizer production. The other plant, which is coming in the other half of the city, is based on biomethanation, which is treating both municipal solid waste as well as the fecal waste. And this biomethanation has a commercial value, and that's why the city chose to opt for public-private partnership.